പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം അല്ലെങ്കിൽ സ്വർഗാരോഹണം നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രത്യേക പാഠങ്ങളുണ്ട്. ഇവർ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോൾ വീഴുകയാണ്. ആ വീഴുന്നതിന് ഓരോരുത്തരും യുധിഷ്ഠിരൻ കാരണം പറയും എന്താ വീഴുന്നതെന്ന്. അത് ഓരോരുത്തരും വീഴുന്നത് 5 ഇത് കാരണമാണ്, അഹങ്കാരം കാരണമാണ്. അതിലൊരെണ്ണം ഈ ചോദ്യത്തിൽ വന്നു, ഒരഹങ്കാരം വന്നു. അപ്പോൾ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്നുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധ ആപ്തവാക്യമാണ്. അത് പാഞ്ചാലി തൊട്ട് ഭീമസേനൻ വരെ വീഴുന്ന ഓരോ അഹങ്കാരങ്ങൾ കാരണമാണ്. അപ്പോൾ അഹങ്കരിച്ചാൽ അതപ്പതിക്കും. അത് കൃത്യമായിട്ട് ആ സ്വർഗാരോഹണത്തിൽ കാണിക്കുകയാണ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മേളിലങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാവരും വീണ് കഴിച്ച് ആദ്യം നരകത്തിൽ കൊണ്ടുപോയിട്ടാണ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അത് ദാന്തയുടെ ഡിവൈൻ കോമഡി ചെയ്യുന്ന പോലെയാണ്. ആദ്യം ഇൻഫെർണോ കാണിച്ചിട്ടാണ് പിന്നെ പാരഡൈസിലോട്ട് കൊണ്ടുവന്നത്. വലിയ ധനസ്ഥിതിയുള്ളവരും ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്തവരും കംപ്ലൈൻറ്റ് ചെയ്യും ചില സമയത്ത്. പക്ഷേ അത് വേറൊരു ഇതിനേക്കാൾ കഷ്ടമുള്ള ഒരാളിൻ്റെ കണ്ടാൽ മാത്രമേ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുടന്തനായ ഒരാൾ ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്നു, എന്നെ മുടന്തനാക്കി കളഞ്ഞല്ലോ എന്ന്. അവസാനം റോഡിൽ വന്നപ്പം കാലില്ലാത്ത ഒരു മനുഷ്യൻ തെണ്ടി നടക്കുന്നു. അത് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ ഇത്രയല്ലല്ലോ ദൈവം എന്നെ ഇത്രയും രക്ഷപ്പെടുത്തില്ലേ എന്ന്. അപ്പം നരകം കണ്ടാലേ സ്വർഗം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് യുധിഷ്ഠിരനെ ആദ്യം നരകത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെയാണ് സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വളരെ രസകരമായ സംഭവമാണ്. നമുക്ക് കൗണ്ട് ദ ബ്ലെസ്സിങ്സ് ഗോഡ് ഗേവ് അസ്. ഓരോരുത്തരും അവരവർക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹങ്ങളെ എണ്ണണം, അല്ലാതെ കിട്ടാതെ പോയ കാര്യങ്ങൾ എണ്ണരുത്. അതാണ് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ലുക്ക് ഡൗൺ ആൻഡ് ലേൺ ലൈഫ്. മാനസിക രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ 5 തത്വങ്ങളാണ് ഈ സ്വർഗാരോഹണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, യുവാക്കൾ പഠിക്കേണ്ട പാഠം.